പ്രിയ പ്രേക്ഷകരെ, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്നത് ഇന്ന് ലോക ജനസംഖ്യാ ദിനം എന്നതാണ്. ലോകത്തിന്റെ ജനസംഖ്യ എത്രയാണ്? ലോകത്തിൽ ഒന്നാം സ്ഥാനത്ത് ജനസംഖ്യയിൽ നിൽക്കുന്ന ഇന്ത്യയുടെ സാഹചര്യം എന്താണ്? എങ്ങനെയാണ് ഈ ജനസംഖ്യാ വർധനവ് ലോകത്തെയും അതോടൊപ്പം തന്നെ ഇന്ത്യയെയും ഒക്കെ ബാധിക്കാൻ പോകുന്നത്? അതാണ് നമ്മൾ ഈ ജനസംഖ്യാ ദിനത്തിൽ വിശദമായി നോക്കുന്നത്. നമുക്ക് ആധികാരികമാകുന്ന ഡേറ്റ എന്ന നിലയിൽ ലോക ജനസംഖ്യയെ അടയാളപ്പെടുത്തുക എന്നത് സാധ്യമല്ല. വിവിധ രാജ്യങ്ങളിലെ ജനസംഖ്യാ കണക്കുകൾ പല ഏജൻസികളും തയ്യാറാക്കാറുണ്ട്. ഇപ്പോൾ തന്നെ നമ്മുടെ രാജ്യത്ത് തന്നെ ഒരു സെൻസസ് നടക്കുന്നുണ്ട്. ആ സെൻസസിൽ ജനസംഖ്യയുടെ കൃത്യമായ ഒരു അളവുകോൽ അറിയാൻ സാധിക്കും. പക്ഷേ ഓരോ രാജ്യത്തും ഓരോ സെക്കൻഡുകളിലും പുതുതായി ആളുകൾ ജനിക്കുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. ഒരു മിനിറ്റിൽ 263 പേർ എങ്കിലും ജനിക്കുന്നു എന്നതാണ് ഒരു ഏകദേശ കണക്ക്. അതായത് വളരെ കൃത്യമായി പറഞ്ഞാൽ, ഞാൻ ഈ ഡേറ്റ നിങ്ങളോട് പങ്കുവെച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഓരോ മിനിറ്റ് കഴിയുമ്പോഴും 263 പേർ ജനിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചിലരെങ്കിലുമൊക്കെ മരണപ്പെടുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായൊരു ഡേറ്റ പ്രേക്ഷകരിലേക്ക് പങ്കുവെക്കുക എന്നത് അസാധ്യമാകുന്നത്. എന്തു തന്നെയാണെങ്കിലും 2026 ജൂലൈ 10, അതായത് കഴിഞ്ഞ ദിവസം വരെ ലഭിക്കുന്ന ഡേറ്റകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇങ്ങനെ പറയാം: ലോകത്തെ ജനസംഖ്യ ഇപ്പോൾ ഏതാണ്ട് 819,95,73,000 എന്നുള്ളതാണ്. അതായത് 819 കോടിയിലധികം. 819 എന്നത് ഇനിയിപ്പോൾ 820 എത്താൻ ഏതാനും മിനിറ്റുകൾ മതി എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഇനി ഈ ലോക ജനസംഖ്യയിൽ വന്നിട്ടുള്ള ഒരു മാറ്റം കൂടിയാണ്. അതായത് നമ്മൾ 820 കോടിയിലേക്ക് ജനസംഖ്യ എത്തുമ്പോൾ ഇവിടെ ഇതാ 2011 700 കോടിയായിരുന്നു നമ്മുടെ ജനസംഖ്യ എന്നതാണ്. 2011 അത് 2022 എത്തുമ്പോൾ, അതായത് ഒരു പതിറ്റാണ്ടിന്റെ വ്യത്യാസത്തിൽ 100 കോടി ജനങ്ങളുടെ വർധനമാണ് ഈ ഭൂമുഖത്ത് ഉണ്ടായത് എന്നതാണ് കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. 2022 അത് 800 കോടിയായി ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഈ കണക്കുകൾ അനുസരിച്ച്, അതായത് ഇപ്പോഴത്തെ നിലയിൽ ജനസംഖ്യാ വർധനവ് തുടരുകയും മരണനിരക്കും കൂടിയുള്ള അനുപാതം പരിശോധിച്ച് ഇതുമായി ബന്ധപ്പെട്ട ഡേറ്റകൾ തയ്യാറാക്കുന്ന ഏജൻസികളുടെ കണക്കുകൾ പ്രകാരം 2060 എത്തുമ്പോൾ, നമ്മളിപ്പോൾ 2026 2060 എത്താൻ എത്ര വർഷം ഉണ്ട് എന്ന് നമുക്കറിയാം. 2060 എത്തുമ്പോൾ ലോകത്തിലെ ജനസംഖ്യ എന്നത് 1000 കോടി കവിയും എന്നുള്ളതാണ് ഇപ്പോഴത്തെ കണക്കുകൾ. അവിടെയും പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കട്ടെ, നമുക്കറിയാം പലതരത്തിലുള്ള അപകടങ്ങൾക്ക് ലോകം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. യുദ്ധമുഖങ്ങളിൽ ലോകം നിന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മാരക രോഗങ്ങൾക്ക് വേദിയായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇന്നും നാളെയും ഒന്നും പ്രവചിക്കാൻ പറ്റില്ല എങ്കിൽ പോലും ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഈ നിലയിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോകുമെന്നാണ്. അങ്ങനെയെങ്കിൽ 1000 കോടിയിലേക്ക് എത്താൻ 2060 സാധിക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്നുള്ളതാണ്. ഇനി ഇതാ നമ്മൾ ഈ ജനസംഖ്യയുടെ കണക്കുകളിലേക്ക് വരുമ്പോൾ നമുക്കെല്ലാം അറിയാം, 2022 നമ്മൾ ചൈനയെ മറികടന്നുകൊണ്ട് ലോക ജനസംഖ്യയിൽ ഒന്നാമതെത്തി എന്നുള്ളതാണ്. ഇന്ത്യയാണ് ഇപ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള രാജ്യം. ഇന്ത്യയിലെ കണക്കുകൾ അനുസരിച്ച് 147.6 കോടി ഇന്ത്യക്കാർ ആണ് നമ്മുടെ രാജ്യത്ത് ഉള്ളത്. ചൈനയിലാണ് തൊട്ടുപിന്നിൽ. അവിടെ 141 കോടി ജനങ്ങളാണ് ഇപ്പോഴുള്ളത്. ചൈനയിൽ കർശനമായ ജനസംഖ്യാ നിയന്ത്രണത്തിലൂടെയാണ് അവർ ഇപ്പോൾ 2ാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുള്ളത്. അതേസമയം ഇതാ 3ാം സ്ഥാനത്ത് നിൽക്കുന്ന അമേരിക്ക, അവിടെ 34 കോടി ജനങ്ങളാണുള്ളത്. ഇന്തോനേഷ്യയിൽ 28 കോടി ജനങ്ങളുണ്ട്. പാകിസ്ഥാനിൽ 26 കോടി ജനങ്ങൾ ആണുള്ളത്. നൈജീരിയ, ബ്രസീൽ, ബംഗ്ലാദേശ്, റഷ്യ എന്നിങ്ങനെയാണ് ഈ കണക്കുകൾ പോകുന്നത്. ഇവിടെ കൗതുകകരമാകുന്ന ഒന്ന് എന്നത്, രാജ്യങ്ങളുടെ വലിപ്പത്തിൽ വിസ്തീർണത്തിലൊക്കെ ഒരുപാട് മുന്നിൽ നിൽക്കുന്ന പല രാജ്യങ്ങളിലും വളരെയധികം ജനസംഖ്യ കുറവാണ് എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പാകിസ്ഥാനിലേക്ക് തന്നെ വരൂ, 26 കോടി ജനങ്ങളാണ് പാകിസ്ഥാനിലുള്ളത്. ബംഗ്ലാദേശിലേക്ക് വരും, 17 കോടി ജനങ്ങളാണുള്ളത്. ഈ രാജ്യങ്ങളുടെയൊക്കെ വലിപ്പം കണക്കാക്കുമ്പോഴാണ് മറ്റു പല വലിയ രാജ്യങ്ങളിലും ജനസംഖ്യ വളരെ കുറവ് എന്നത് എടുത്തു പറയേണ്ടത്. ഇനി നമ്മൾ കേരളത്തിലേക്ക് എത്തുമ്പോൾ, കേരളത്തിലെ ജനസംഖ്യ എന്നത് ഇപ്പോഴത്തെ കണക്കുകൾ പ്രകാരം 3.62 കോടി ജനങ്ങൾ ആണ് ഉള്ളത്. കേരളത്തിലെ സ്ത്രീകളുടെ എണ്ണം എന്നത് 1.88 കോടിയാണ്. പുരുഷന്മാർ 1.74 കോടിയാണ്. അതായത് പുരുഷന്മാരെക്കാൾ സ്ത്രീകൾ ഉള്ള സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ഇനി കൗതുകകരമാകുന്ന ചില വിവരങ്ങളാണ് പ്രേക്ഷകരുമായി പങ്കുവെക്കേണ്ടത്. നമ്മൾ സൂചിപ്പിച്ചു 800-ൽ അധികം കോടി ജനങ്ങൾ ആണ് ഇപ്പോൾ ഉള്ളത്. അതിൽ തന്നെ ഇന്ത്യയിലേക്ക് വരുമ്പോൾ 147 കോടി ജനങ്ങൾ ഉണ്ട് എന്നതാണ്.
നമുക്കറിയാം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന ഒരു കാലഘട്ടം 1947 കാലഘട്ടത്തിലൊക്കെ നമ്മുടെ ജനസംഖ്യ എന്നത് 40 കോടിയിൽ താഴെയായിരുന്നു. ആ ജനസംഖ്യ ഇങ്ങനെ ഉയരുമ്പോൾ അതിന് ചില പശ്ചാത്തലം കൂടിയുണ്ട്. അതായത് 1970 കാലഘട്ടത്തിൽ ഇന്ത്യയുടെ ജനങ്ങളുടെ ആയുർദൈർഘ്യം എന്നത് ശരാശരി 49 വയസ്സാണ്. അതായത് 50 വയസ്സിൽ ഒരാൾ മരണപ്പെടുന്നു. അത് ശരാശരി കണക്കാണ്, എല്ലാവരും 50 വയസ്സിൽ മരണപ്പെടുന്നു എന്നുള്ളതല്ല. അത് 2019 എത്തുമ്പോൾ 2019 മുതൽ 23 വരെയുള്ള കാലഘട്ടം എടുക്കുമ്പോൾ ഒരു ശരാശരി പൗരൻ്റെ ആയുർദൈർഘ്യം എന്നത് 70 വയസ്സിലേക്ക്, അതായത് ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്ന ഈ ഭൂമിയിലെ ഇന്ത്യയിലെ ഒരു ശരാശരി പൗരൻ്റെ ആയുർദൈർഘ്യം എന്നത് 70 വയസ്സാണ്. ഓർക്കുക, 49 വയസ്സ് ശരാശരിയിൽ നിന്ന് നമ്മൾ 70 വയസ്സിലേക്ക് ഉയരുമ്പോൾ സ്വാഭാവികമായും മരണനിരക്കിൽ വലിയ കുറവുണ്ടായി എന്നുള്ളത് കൂടിയാണ് എടുത്തു പറയേണ്ടത്. അതുകൊണ്ടാണ് രാജ്യത്തെ ജനസംഖ്യ എന്നത് ഇപ്പോൾ ഉയർന്നു നിൽക്കുന്നത്. ഒരു ഭാഗത്ത് ജനന നിരക്ക് ഉയർന്നു നിൽക്കുകയും മരണനിരക്ക് കുറഞ്ഞു നിൽക്കുകയും ആയുർദൈർഘ്യം കൂടുകയും ചെയ്തതോടുകൂടിയാണ് ഈ തരത്തിൽ നമ്മുടെ ജനസംഖ്യ ഉയർന്നത് എന്നതാണ്. ഇനി ഈ ജനസംഖ്യ കൊണ്ടുണ്ടാകുന്ന നേട്ടവും കോട്ടവുമാണ് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തെ ജനസംഖ്യ നമുക്ക് വലിയ വെല്ലുവിളിയായി മാറിയിരുന്ന ഒരു സമയമുണ്ട്. അവിടെ നമുക്ക് അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ കുറവായിരുന്നു, നമ്മുടെ സാങ്കേതിക സംവിധാനങ്ങൾ പിന്നിലായിരുന്നു. എന്നാൽ ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് അടിസ്ഥാന സൗകര്യ വികസനം സാധ്യമാകുന്നുണ്ട്, നമ്മുടെ സാങ്കേതിക സംവിധാനങ്ങൾ മുന്നിട്ട് നിൽക്കുന്നുണ്ട്, മനുഷ്യൻ്റെ ആയുർദൈർഘ്യം വർദ്ധിക്കുകയും ചെയ്തു. അവിടെയാണ് ഈ തൊഴിൽ പ്രായോജനം എന്നത് പ്രത്യേകിച്ച്, അതായത് ജനസംഖ്യയുടെ എത്ര ശതമാനം ആളുകൾക്ക് തൊഴിൽ ചെയ്യാൻ പ്രാപ്തിയുണ്ട് എന്നതാണ്. ഇവിടെ നോക്കൂ, 1975 കാലഘട്ടത്തിൽ നമ്മുടെ ജനസംഖ്യയുടെ 52% ആളുകൾക്കും തൊഴിൽ ചെയ്യാനുള്ള ശേഷിയുണ്ടായിരുന്നു എന്നതാണ്. എന്നാൽ അത് 2026 എത്തുമ്പോൾ 66% ഉയർന്നിരിക്കുന്നു. അതായത് 147 കോടി ജനങ്ങളുള്ള നമ്മുടെ രാജ്യത്തെ 66.6% ആളുകൾക്കും തൊഴിൽ ചെയ്യാൻ പ്രാപ്തിയുണ്ട് എന്നതാണ്. ഇതിൻ്റെ മറ്റൊരു വശം എന്നത് യഥാർത്ഥത്തിൽ ഈ യൗവന കാലഘട്ടം എന്നുള്ളതാണല്ലോ. ഇപ്പോൾ യൗവനത്തിൻ്റെ മാനദണ്ഡം തന്നെ മാറേണ്ട യുവാക്കൾ എന്നത് 50 വയസ്സ് വരെയുള്ളവരൊക്കെ യുവാക്കളുടെ പട്ടികയിലേക്ക് വരികയും അവരടക്കം തൊഴിൽ ചെയ്യാൻ പ്രാപ്തരാണ് എന്നതുമാണ്. ഈ തൊഴിൽ സാധ്യതയെ പ്രയോജനപ്പെടുത്താൻ സാധിച്ചാൽ മാത്രമാണ് നമ്മുടെ രാജ്യത്തിന് പുരോഗതി കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ, മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നതാണ്. ഇപ്പോഴത്തെ ഒരു കണക്ക് പ്രകാരം നമ്മൾ നേരിടാൻ പോകുന്ന വെല്ലുവിളി എന്താണ്? ഇതാ 2030 എത്തുമ്പോൾ തൊഴിൽ ചെയ്യാൻ ശേഷിയുള്ളവരുടെ എണ്ണം വർദ്ധിക്കും എന്നാണ് കണക്കുകൾ പറയുന്നത്. ഇന്ത്യയുടെ ജനസംഖ്യയുടെ 65% തൊഴിൽ ചെയ്യാൻ പ്രാപ്തരായിരിക്കും. എന്നാൽ പ്രിയ പ്രേക്ഷകരെ, വെല്ലുവിളി എവിടെയാണ്? 2045 ഇന്ത്യ എത്തുമ്പോൾ ഇന്ത്യയുടെ ജനസംഖ്യയുടെ 50% ആളുകൾക്ക് മാത്രമേ തൊഴിൽ ചെയ്യാൻ ശേഷിയുണ്ടാവുകയുള്ളൂ. ബാക്കി 50% തൊഴിൽ ശേഷി ഇല്ലാത്തവരായിരിക്കും. അതിൽ വലിയൊരു ശതമാനവും പ്രായമുള്ള ആളുകൾ ആയിരിക്കും എന്നതാണ് നമ്മൾ നേരിടാൻ പോകുന്ന ഒരു വലിയ വെല്ലുവിളി എന്നത്. അതായത് ഇപ്പോൾ നമ്മുടെ രാജ്യം യൗവനത്തിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ്. രാജ്യത്തെ പൗരന്മാരിൽ ബഹുഭൂരിപക്ഷവും യൗവന കാലഘട്ടത്തിലൂടെ അല്ലെങ്കിൽ യുവത്വത്തിലൂടെ കടന്നു പോവുകയാണ്. പക്ഷേ ഇത് 2045 എത്തുമ്പോൾ ഒന്ന്, നമ്മുടെ ആയുർദൈർഘ്യം കൂടുതലാണ്, അതുകൊണ്ട് തന്നെ 70 വയസ്സ് വരെയൊക്കെ നമ്മൾ ജീവിച്ചിരിക്കും. പക്ഷേ അവിടെ ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളുകളായിരിക്കും അധികമായി വരിക എന്നതാണ്. നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ കണക്ക് പരിശോധിച്ച രാജ്യത്തിൻ്റെ മൊത്തം ആഭ്യന്തര വളർച്ചയിൽ ഈ കുടുംബ കണക്കുകൾ പരിശോധിക്കുമ്പോൾ അത് കേവലം 10% അതായത് വ്യക്തിപരമായി പരിശോധിക്കുമ്പോൾ ആളുകളുടെ സമ്പാദ്യം എന്നത് പൊതുവെ കുറവാണ്. വാർദ്ധക്യകാലത്ത് ജീവിക്കാൻ വരുമാനം കണ്ടെത്തുക എന്നത് പ്രയാസകരമാകും. അങ്ങനെ ഒരു അവസ്ഥയും വെല്ലുവിളിയും ഉണ്ട് എന്നാണ് ഈ ജനസംഖ്യാ കണക്ക് മുന്നോട്ട് വയ്ക്കുന്നത്. അത് സർക്കാരിന് കൂടി ഏജൻസികൾ നൽകുന്ന മുന്നറിയിപ്പാണ്. എന്തായാലും കേരളത്തിൽ വയോജന വകുപ്പ് എന്ന് തന്നെ ഒരു വകുപ്പ് ഇപ്പോൾ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു പക്ഷേ അത് നമ്മുടെ ഭരണകർത്താക്കളുടെ ദീർഘവീക്ഷണത്തോടു കൂടിയാകാം. കാരണം കേരളവും അങ്ങനെ സംഭവിക്കാൻ പോവുകയാണ്. 2045 എത്തുമ്പോൾ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്ത് വലിയൊരു ശതമാനം യുവാക്കൾ രാജ്യത്തിന് പുറത്തായിരിക്കും. ഇവിടെ അധികവും ആളുകൾ പ്രായമേറിയവർ ആയിരിക്കും, അവർക്ക് ഉൽപ്പാദനശേഷി കുറവായിരിക്കും. അങ്ങനെയുള്ള ഒരു വിഭാഗത്തെ സംരക്ഷിക്കാൻ വേണ്ട നടപടികൾ ഇപ്പോഴേ ആരംഭിക്കേണ്ടതിൻ്റെ സൂചനയാണ് ഈ ജനസംഖ്യാ കണക്ക് നൽകുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, 147 കോടി ജനങ്ങളിൽ 65% തൊഴിൽ ചെയ്യാൻ പ്രാപ്തരാണ് എന്ന് പറയുമ്പോൾ അവരിൽ തന്നെ 15% ആളുകൾക്ക് തൊഴിൽ നൽകാൻ നമ്മുടെ സംവിധാനങ്ങൾക്ക് സാധിക്കുന്നില്ല, നമ്മുടെ ഭരണകൂടങ്ങൾക്ക്, നമ്മുടെ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് നൽകാൻ സാധിക്കുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ 20നും 40നും ഇടയിൽ പ്രായമുള്ള 15% ഇന്ത്യക്കാർക്ക് കൃത്യമായ തൊഴിൽ ലഭിക്കുന്നില്ല. അതും നമ്മുടെ രാജ്യം നേരിടുന്ന ജനസംഖ്യയുമായി ചേർത്ത് വെക്കേണ്ട വെല്ലുവിളിയാണ്.
ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം കൂടി പങ്കുവെക്കേണ്ടത്. നമ്മൾ കേരളത്തെ ഇതിൽ താരതമ്യം ചെയ്യേണ്ടതില്ല. കേരളം താരതമ്യേന മെച്ചമാണ്, അങ്ങനെ അവകാശപ്പെടാൻ പറ്റൂ. നമ്മുടെ രാജ്യത്തെ സ്ത്രീകൾ അവരുടെ ഉന്നമനത്തിന് വേണ്ടി എന്നൊക്കെ നമ്മുടെ ഭരണകർത്താക്കൾ ഘോരഘോരം സംസാരിക്കുമ്പോഴും ഏറ്റവും ഒടുവിലത്തെ ഡേറ്റ പ്രകാരം മാത്രം നമ്മുടെ രാജ്യത്തെ തൊഴിൽ മേഖലയിൽ കേവലം 25% സ്ത്രീകൾ മാത്രമേ പങ്കെടുക്കുന്നുള്ളൂ എന്നുള്ളതാണ്. അതായത് ഏറ്റവും താഴെ ലെവലിൽ ഉള്ള ജോലികൾ മുതൽ ഉന്നത തലത്തിൽ ഇരിക്കുന്ന ജോലികൾ വരെ ചെയ്യുന്നവരുടെ പട്ടിക പരിശോധിച്ചാൽ അതിൽ രാജ്യവ്യാപകമായി ഇപ്പോഴും പരമാവധിയാണ് ഈ 25% എന്നതാണ് എടുത്തു പറയേണ്ടത്. അതാണ് നമ്മുടെ രാജ്യത്തെ ജനസംഖ്യ. അതായത് സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ കൂടുതലുള്ള ഒരു സാഹചര്യത്തെ മുന്നിൽ കാണണം. പക്ഷേ അവിടെ സ്ത്രീകൾക്ക് ഇത്തരത്തിലുള്ള തൊഴിൽ സാഹചര്യമേ സൃഷ്ടിക്കപ്പെടുന്നുള്ളൂ എന്നതുകൂടിയാണ് ഈ ജനസംഖ്യാ ദിനത്തിൽ ഇന്ത്യയെപ്പോലെ ഒരു രാജ്യം ഏറെ ഗൗരവത്തോടുകൂടി കണക്കിലാക്കേണ്ടത് എന്നതുകൂടിയാണ്. അത്തരം ഡേറ്റകൾ ആണ് ഇപ്പോൾ പങ്കുവയ്ക്കേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.